ടെക്സ്ചർ ചെയ്ത വർക്കിൽ എങ്ങനെ പുട്ടി വർക്ക് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ചില ഭാഗങ്ങളൊക്കെ ബാത്റൂമിൽ ലീക്ക് കാരണം ഇളകി പോന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇളക്കിയെടുക്കുക. ടെക്സ്ചർ ചെയ്ത ചുമരാണ്. അത് നല്ലോണം പൊളിഞ്ഞ ഭാഗങ്ങളൊക്കെ ഇളക്കിയെടുത്തതിന് ശേഷം ഒരു കോട്ട് വാട്ടർ പ്രൂഫ് അടിക്കുക. ആ പോകുന്ന ഭാഗത്ത് മാത്രം, പൊളിഞ്ഞു പോകുന്ന ഭാഗത്ത് ഇളക്കിയെടുത്തതിന് ശേഷം ഒരു കോട്ട് വാട്ടർ പ്രൂഫ് അടിക്കുക. അപ്പോൾ അതിനാദ്യം അടർന്ന് നിൽക്കുന്ന ടെക്സ്ചർ പുട്ടിയൊക്കെ എടുക്കുക. ശേഷം ഒരു കോട്ട് വാട്ടർ പ്രൂഫ് അടിച്ചു കൊടുക്കുക നല്ലോണം. അതേപോലെ ബാക്കി പോരാത്ത ടെക്സ്ചറൊക്കെ അവിടെ നിന്നോട്ടെ. അത് നല്ലോണം ബ്ലേഡ് ഇട്ടിട്ട് ടെക്സ്ചർ പൊന്തി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ വെറുതെ ബ്ലേഡ് കൊണ്ട് നോട്ടി കൊടുക്കുക. അതേമാതിരി ഗ്രിപ്പുള്ള ഭാഗങ്ങളൊക്കെ നൈസായിട്ട് പുട്ടി ബ്ലേഡ് കൊണ്ടൊന്ന് പരത്തി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളെ പുട്ടി ഒരുതരം മെഷീൻ പിടിച്ചാലും മതി, എന്നാലും കുഴപ്പമില്ല. പുട്ടി മെഷീൻ പിടിച്ചാൽ ഗ്രിപ്പൊന്ന് നൈസായിട്ട് കളഞ്ഞു കൊടുക്കുക. അതേമാതിരി കളഞ്ഞതിന് ശേഷം ഒരു കോട്ട് പുട്ടി കുറച്ച് ടൈറ്റിൽ വലിച്ചു കൊടുക്കുക. അത്യാവശ്യം നല്ല ടൈറ്റിൽ ഒരു കോട്ടാണ് വലിച്ചു കൊടുത്താൽ ആ ടെക്സ്ചറിൻ്റെ ഇതാണ് ഫില്ലാവും. അത്യാവശ്യം നല്ല ടൈറ്റിലാണ് വലിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു കോട്ട് ഏകദേശം വലിച്ച് ഫില്ലാകാനായിട്ടുണ്ട്. ഏകദേശം നല്ല ടൈറ്റിൽ ഒരു കോട്ടാണ് വലിച്ചു കൊടുത്താൽ ചുമര് അത്യാവശ്യം നല്ല ഫില്ലാവും. അപ്പോൾ 2-3 ആളുണ്ട് വർക്കിന്. അപ്പോൾ ഒരാൾ അടിഭാഗം അങ്ങനെ വലിച്ചു പോവുകയാണ്, ഒരാൾ ലാഡറൊക്കെ ഇട്ട് മുകൾ ഭാഗം അങ്ങനെ വലിച്ചു പോരുക, ഒരാൾ അടുത്ത ഭാഗങ്ങൾ വാട്ടർ പ്രൂഫ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു കോട്ട് പുട്ടി വലി കഴിഞ്ഞ് വരുന്നുണ്ട്. ഒരു സൈഡ് ഒരു ഭാഗങ്ങളൊക്കെ ഏകദേശം പുട്ടി ഒരു കോട്ട് വലിച്ചു കഴിഞ്ഞു. അത്യാവശ്യം നല്ല വലിയൊരു വില്ലയാണ്. അപ്പോൾ അതിൻ്റെ വർക്കാണ് നടക്കുന്നത്. അപ്പോൾ ഏകദേശം അങ്ങനെ പുട്ടി വലി കഴിയാനായിട്ടുണ്ട്. ഏകദേശം ഫില്ലാകാനായി. ഒരു കോട്ട് ഫുള്ള് ഫില്ലാക്കുന്ന വീഡിയോസാണ്. ഒരു കോട്ട് ഫില്ലായതിന് ശേഷം 2-ാം കോട്ട് പുട്ടി വലിച്ചു കൊടുക്കുക. അതിനുശേഷം പേപ്പർ ചെയ്യുക, കളർ ചെയ്യുക. അപ്പോൾ പ്രാവശ്യം ഞാൻ ഒരു കോട്ട് പുട്ടി വലിക്കുന്ന വീഡിയോസാണ് ഇടുന്നത്. ഇതുപോലെ ബൾക്ക് ചെയ്തിരിക്കുന്ന ടെക്സ്ചറിൻ്റെ ഇതൊക്കെ ഒന്ന് പേപ്പർ ഇട്ടിട്ടോ ബ്ലേഡ് കൊണ്ടൊന്ന് കളഞ്ഞു കൊടുക്കണം. ഒരു കോട്ട് പുട്ടി ഏകദേശം വലിച്ച് ഫില്ലാകാനായിട്ടുള്ള മുകളിൽ കണ്ടോ പേപ്പർ ഇട്ട കാണിക്കുന്നു. അപ്പോൾ ഏകദേശം ഒരു കോട്ട് പുട്ടി വലി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2-ാം കോട്ട് പുട്ടി ഇടുന്നതും കളർ ചെയ്യണതും വീഡിയോസ് അടുത്ത വീഡിയോസിൽ കാണാം. അപ്പോൾ വർക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.